പിന്നെ അദ്ദേഹം പറയുന്ന വേറെ കാര്യമുണ്ട്, നമ്മുടെ രവിശങ്കർ പ്രസാദ്. അതായത് ഈ ബംഗളൂരു സെൻട്രൽ നിയോജകമണ്ഡലത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തല്, രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തല് നേറ്റില്ലെന്ന്, ചീറ്റിപ്പോയെന്ന്. ഈ ദീപാവലിക്ക് പൊട്ടിക്കുന്ന പടക്കത്തിന്റെ ഒരു ഇമ്പാക്റ്റ് പോലും അത് ഉണ്ടാക്കിയില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രവിശങ്കർ പ്രസാദ് ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്, ഇന്ത്യയിലല്ലേ? ഇപ്പൊ ഈ ബീഹാറിൽ ഇന്നലെ കഴിഞ്ഞ ഈ വോട്ടധികാര യാത്ര എന്തിന്റെ തുടർച്ചയായിരുന്നു? ഈ വോട്ട് മോഷണം, വോട്ട് ചോരി എന്ന് പറയുന്ന ആക്ഷേപത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ്. ഇന്നിപ്പോ ആരാ വോട്ട് ചോരി എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ കുട്ടികൾ പോലും ചെറിയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും ഇതാ വോട്ട് ചോരി എന്ന്. ആ രീതിയിൽ രാജ്യം ഏറ്റെടുത്തൊരു വിഷയമായത്. ഇനി അത് BJP സംബന്ധിച്ചിടത്തോളം അതൊരു ദീപാവലി പടക്കം മാത്രമായിരുന്നു എന്ന് വയ്ക്കുക, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവർ ഉണ്ടാക്കിയില്ല എന്ന് വെച്ചേക്കുക, അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബുമായിട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുക.